26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കാലാവസ്ഥാ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എൽനിനോയുടെ ആഘാതം കുറയ്ക്കാൻ മറ്റു മാർഗങ്ങളും സാധ്യതകളും ഗൗരവകരമായി പഠിക്കേണ്ടതുണ്ടെന്നാണ് ഗവേഷക സംഘം പറയുന്നത്. ഇന്ന് എൽനിനോയുടെ ആശങ്കയിലാണ് ലോകം. മഴ കുറയുന്നത് കാർഷിക മേഖലയെയും ഊർജ്ജോൽപാദനത്തെയും അടക്കം സാരമായി തന്നെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ സൂപ്പർ എൽനിനോയുടെ ആഘാതം കുറയ്ക്കാനുള്ള പോംവഴികൾ നിർദ്ദേശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ. കടുത്ത വരൾച്ച, ഉഷ്ണതരംഗം എന്നിവയടക്കമുള്ള തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന സൂപ്പർ എൽനിനോയുടെ ആഘാതം കുറയ്ക്കാൻ സൂര്യപ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയാഗോയിലെ ഗവേഷകരാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. സോളാർ ജിയോ എഞ്ചിനീയറിംഗ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണിതെന്ന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സൂര്യപ്രകാശത്തിന്റെ ഒരു ഭാഗം ഭൂമിയിലെത്താതെ ബഹിരാകാശത്തേക്ക് തിരിച്ചുവിടുന്നതിലൂടെ ഭൂമിയുടെ ഉപരിതല താപനില കുറയ്ക്കുകയാണ് ഇതിലൂടെയുള്ള ലക്ഷ്യം. ഇതിനായി അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പ്രത്യേകം എയറോസോൾ കണങ്ങൾ എത്തിച്ച് സമുദ്രത്തിന് മുകളിലെ മേഘങ്ങൾ കൂടുതൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്ന മാർഗം പിന്തുടരാമെന്നാണ് ഗവേഷകർ നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ കൂടുതൽ പ്രകാശം ബഹിരാകാശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഭൂമിയുടെ ഉപരിതലം തണുക്കുമെന്നും എൽനിനോയുടെ തീവ്രത കുറയ്ക്കാൻ കഴിയുമെന്നും പഠനം പറയുന്നു. അതേസമയം ഈ ആശയം ശാസ്ത്രലോകത്ത് വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അപകട സാധ്യത കുറയ്ക്കണമെങ്കിലും ഇത്തരം സാങ്കേതിക വിദ്യ തുടർച്ചയായി അനിശ്ചിതകാലം ഉപയോഗിക്കേണ്ടി വരുമെന്ന് പഠനത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതുപോലെയുള്ള അടിസ്ഥാന നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം ജിയോ എഞ്ചിനീയറിംഗ് ഇടയാക്കുമെന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. കാലാവസ്ഥാ മാതൃകകൾ പൂർണ്ണമായും കൃത്യമല്ലെന്നും ഇത്തരം ഇടപെടലുകൾ നിലവിലെ പ്രശ്നത്തെക്കാൾ ഗുരുതരമായ പുതിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും മറ്റു ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ ഈ സൺ ഡിമ്മിംഗ് രീതി പ്രായോഗികമായി പരീക്ഷിക്കാൻ തീരുമാനമായിട്ടില്ല. എന്നാൽ കാലാവസ്ഥാ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എൽനിനോയുടെ ആഘാതം കുറയ്ക്കാൻ മറ്റു മാർഗങ്ങൾക്കൊപ്പം ഈ സാധ്യതയും ഗൗരവകരമായി പഠിക്കേണ്ടതുണ്ടെന്നാണ് ഗവേഷക സംഘത്തിന്റെ നിലപാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.